നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ലോകം കോവിഡ് ഭീതിയിൽ നിന്ന് വിട്ടുമാറും മുമ്പേ ചൈനയിൽ മറ്റൊരു വൈറസ് വ്യാപനമെന്ന് റിപ്പോർട്ട്. HMPV വൈറസ് വ്യാപകമായി രോഗബാധ ഉണ്ടാക്കുന്നുവെന്നാണ് വിവരം. കോവിഡ് മഹാമാരിക്ക് 5 വർഷങ്ങൾക്ക് ശേഷം ചൈനയിൽ വീണ്ടും ഒരു വൈറസ് വ്യാപനമെന്നാണ് റിപ്പോർട്ട്. ചൈനയിലെ ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞുവെന്നും വിവരമുണ്ട്. എന്നാൽ വൈറസ് വ്യാപനം സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയോ ചൈനയോ ഔദ്യോഗിക വിവരം പുറത്തുവിട്ടിട്ടില്ല. കുട്ടികളെയും പ്രായമായവരെയുമാണ് വൈറസ് കൂടുതലായി ബാധിക്കുന്നത്. കോവിഡിന് സമാനമായ പനി പോലുള്ള ലക്ഷണങ്ങളാണ് HMPV വൈറസ് ബാധിതരിലും കണ്ടുവരുന്നത്. രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ എന്നിവയായി മാറും. മാസ്ക് ധരിച്ച് ചൈനയിലെ ആശുപത്രികളിലെത്തുന്ന രോഗികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. നിലവിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന് പ്രതിരോധ വാക്സിൻ ഇല്ല എന്നതും ആശങ്ക ഇരട്ടിയാക്കുന്നു. ന്യൂമോവിരിഡ വിഭാഗത്തിൽപ്പെട്ട HMPV 2001 ആദ്യമായി കണ്ടെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. തൊഴിലാളികൾക്കായി പുതുവത്സര ആഘോഷമൊരുക്കി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ്. വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയ പരിപാടി പുലർച്ചെ വരെ നീണ്ടുനിന്നു. ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ ഈ പരിപാടിയുടെ ഭാഗമായി 5 ലക്ഷം ദിർഹത്തിന്റെ സമ്മാനങ്ങളും വിതരണം ചെയ്തു. നേട്ടങ്ങൾ ആഘോഷിക്കുന്നു, ഭാവി കെട്ടിപ്പടുക്കുന്നു എന്ന പ്രമേയത്തിൽ ദുബായിലെ 5 ഇടങ്ങളിലായാണ് വ്യത്യസ്തമായ പരിപാടി നടന്നത്. ദുബായ് അൽഖൂസ് ആയിരുന്നു പ്രധാന വേദി. ആഘോഷരാവിന് ആവേശം പകർന്നുകൊണ്ട് നടിയും മോഡലുമായ പൂനം പാണ്ഡെ, ഗായിക കനിക കപൂർ, നടന്മാരായ റോമൻ ഖാൻ, വിശാൽ കൊട്ടിയൻ, ഗായകൻ രോഹിത് ശ്യാം റൌട്ട് തുടങ്ങിയവരുടെ കലാപ്രകടനങ്ങളും വേദിയിൽ അരങ്ങേറി. താമസ കുടിയേറ്റ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ മേജർ ജനറൽ ഉബൈദ് ബിൻ സുറൂർ, GDRFA ദുബായിയുടെ വർക്ക് റെഗുലേഷൻ സെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ മേജർ ജനറൽ ഡോക്ടർ അലി അബ്ദുള്ള ബിൻ നജീഫ്, ലഫ്റ്റനന്റ് കേണൽ ഖാലിദ് ഇസ്മായിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൊഴിലാളികളോടുള്ള നന്ദിയുടെയും അഭിനന്ദനത്തിന്റെയും സന്ദേശമാണ് പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമിട്ടതെന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. കാറുകൾ, സ്വർണ്ണ നാണയങ്ങൾ, സ്കൂട്ടറുകൾ, വിമാന ടിക്കറ്റുകൾ, മൊബൈൽ ഫോണുകൾ തുടങ്ങി 5 ലക്ഷം ദിർഹത്തിന്റെ സമ്മാനങ്ങളും പരിപാടിയുടെ ഭാഗമായി വിതരണം ചെയ്തു. 24 ദുബായ്. കേരള മനസാക്ഷിയെ നടുക്കിയ പെരിയാർ ഇരട്ടക്കൊലക്കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. CPI മുൻ MLA KV കുഞ്ഞിരാമനുൾപ്പെടെ 4 പേർക്ക് 5 വർഷം തടവും കോടതി വിധിച്ചു. കൊച്ചി പ്രത്യേക CBI കോടതിയുടേതാണ് വിധി. അക്രമ രാഷ്ട്രീയം മൂലം 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസാണിതെന്ന വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടി. വിധി പകർപ്പ് 24 ലഭിച്ചു. അക്രമ രാഷ്ട്രീയം മൂലം 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസെന്ന ആമുഖത്തോടെയാണ് കോടതി ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചതായി കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ 1 മുതൽ 8 വരെയും 10-15 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും മുൻ MLAയും CPIM നേതാവുമായ KV കുഞ്ഞിരാമനടക്കം 14, 20, 21, 22 പ്രതികൾക്ക് 5 വർഷം തടവും വിധിച്ചു. ഇതിൽ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ജീവപര്യന്തവും പിന്നെ ഓരോ ലക്ഷം രൂപ വീതം 2 സെക്ഷന് 1 ലക്ഷം രൂപ വീതം എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം. ബാക്കി 14-ാം പ്രതിയും 20 മുതൽ 22 വരെ പ്രതികൾക്കും 5 വർഷം തടവും 10,000 രൂപ ഫൈനും. അപ്പീലുമായി കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ പ്രതികരിച്ചു. ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള മറ്റു നടപടികൾ കൈക്കൊള്ളുന്നതാണ്. ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വിധിയുടെ പകർപ്പുകൾ ലഭിക്കാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് കോടതിയിൽ പ്രതിഭാഗം ഇന്നും വാദിക്കുകയുണ്ടായി. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ല. പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ലെന്നും മാനസാന്തരത്തിന് സാധ്യതയുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് വിധി പ്രഖ്യാപിച്ചത്. 24 പ്രതികളിൽ 10 പേരെ നേരത്തെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ശിക്ഷാവിധി കേട്ട് പൊട്ടിക്കരഞ്ഞ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾ. കല്യോട്ടെ സ്മൃതി മണ്ഡപം വികാരനിർഭര കാഴ്ചകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ലഭിച്ചത് ആശ്വാസമാണെന്നും 10 പേരെ വെറുതെ വിട്ടതിനെതിരെ നിയമപോരാട്ടം തുടരുമെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. 6 വർഷമായി കാത്തിരിക്കുന്നു. ഞങ്ങളെ മക്കളെ ഇല്ലാതാക്കി ശിക്ഷ കിട്ടാൻ വേണ്ടിട്ട് തൃപ്തരാണോ ചോദിച്ചാല് അതെ.
കൃപേഷിന്റെ അമ്മ ബാലാമണിയുടെ ഈ കണ്ണീരിലുണ്ട് അവർ നേരിട്ട വേദനയുടെ ആഴം. ഒപ്പം 6 വർഷം നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ നീതി ലഭിച്ചതിന്റെ ആശ്വാസവും. എറണാകുളം CBI കോടതിയിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ കല്യോട്ടെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി മണ്ഡപത്തിൽ വൈകാരിക നിമിഷങ്ങൾ. നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രതികൾക്ക് വധശിക്ഷ കിട്ടണമെന്നാണ് ആഗ്രഹിച്ചതെന്നും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. വിധി ആശ്വാസമുണ്ട്, ആശ്വാസമില്ല എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കി തൂക്കുകയർ വരെ പോവാമെങ്കിലും കിട്ടിയതിലത്തേക്ക് ഞങ്ങൾ ഒരു പരിധിവരെ തൃപ്തരാണ്. ശിക്ഷ വെച്ചാൽ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ വിധിക്ക് സന്തോഷമാണ്. പൂർണ്ണ തൃപ്തരല്ല. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ സാധിക്കാത്തതിൽ ഇരു കുടുംബങ്ങൾക്കും നിരാശയുണ്ട്. ഒപ്പം 10 പ്രതികളെ വെറുതെ വിട്ടതിലും. കോൺഗ്രസ് നേതൃത്വത്തോട് ആലോചിച്ച് നിയമപോരാട്ടം തുടരാനാണ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങളുടെ തീരുമാനം. കല്യോട്ട് നിന്നും ടീം 24. പെരിയാർ ഇരട്ടക്കൊലക്കേസിലെ ശിക്ഷാവിധി CPIM-നേറ്റ തിരിച്ചടിയെന്ന് കോൺഗ്രസ്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബവുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കും. 10 പ്രതികളെ വെറുതെ വിട്ടതിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതൃത്വം വ്യക്തമാക്കി. കൊലക്കത്തി താഴെ വെക്കാൻ CPIM തയ്യാറാകണമെന്ന് KK രമ MLA ആവശ്യപ്പെട്ടു. കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ MLA ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും. അത് ആദ്യത്തെ സംഭവമല്ലേ? ഇതുപോലൊരു പൊതുക്കേസിൻ്റെ അകത്ത് എങ്ങനെ ഇതുവരെ ഒരു കേസിൻ്റെ അകത്തും അങ്ങനെ വിധി വന്നിട്ടില്ല. ദിസ് ദ ഫസ്റ്റ് ടൈം. അതിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഇതോടെ തെളിഞ്ഞത് ഈ കൊലപാതകത്തിലെ CPM-ന്റെ പങ്കാണ് വളരെ കൃത്യമായി വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. CPM നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണ് ഇതിനെ വിളിപ്പിക്കേണ്ടത്. വേറെ ഒരു കാരണവും രാഷ്ട്രീയമല്ലാതെ അതിനില്ല. പാർട്ടിക്ക് പങ്കില്ല എന്ന് അവരുടെ പച്ചക്കള്ളം ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഈ കൊലവാൾ താഴെ വെക്കാൻ എന്നാണ് ഈ പാർട്ടി തയ്യാറാവുക? ഇത്രയും നേതാക്കന്മാർക്ക് ശിക്ഷ കിട്ടിയിട്ടും ഇനി ഞങ്ങൾ ആ തരത്തിൽ നീങ്ങുന്നില്ല എന്ന് പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു വിഷയം ഇപ്പോഴും ഇരിക്കുകയാണ്. 5 വർഷം തടവ് ഒരു പ്രശ്നമല്ലെന്ന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട CPI മുൻ MLA KV കുഞ്ഞിരാമൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും KV കുഞ്ഞിരാമൻ പറഞ്ഞു. 5 വർഷം എന്നൊരു വിഷയമല്ല. താങ്കൾ അടക്കമുള്ളവർ ഇതിൽ പങ്കില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശിക്ഷ വരുന്നത്. അതിപ്പോഴും വസ്തുതയായി തന്നെ നിൽക്കും. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. CBIക്കെതിരെ വിമർശനവുമായി ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മറ്റൊരു CPM നേതാവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ K മണികണ്ഠൻ രംഗത്തെത്തി. കൂട്ടിലിട്ട തത്തയ്ക്ക് യജമാനെ അനുസരിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂവെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനിടെ പ്രതികളെ കാണാൻ CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ കോടതിയിലെത്തി. ശിക്ഷിക്കപ്പെട്ടത് പാർട്ടിക്കാരായതുകൊണ്ട് കാണാൻ വന്നതെന്ന് CN മോഹനന്റെ പ്രതികരണം. അല്ല, അവർ കാണാൻ വേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും. അവർ കമ്മ്യൂണിസ്റ്റുകാരില്ലേ, അത്രേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് കോടതി ഇനിയും കോടതി ഉണ്ടല്ലോ. അപ്പോൾ ആ കോടതികളെല്ലാം നിശ്ചയിക്കട്ടെ. അതുവരത്തേക്ക് നമ്മൾ പ്രഖ്യാപിച്ചിട്ട് എന്നാണ് നമ്മുടെ കോടതി പറഞ്ഞേണ്ടത്. അപ്പോൾ അത് പാർട്ടി വിശ്വാസമല്ല പ്രശ്നം. ഇന്ത്യൻ പീനൽ കോഡും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയാണെന്നുള്ളതല്ല പ്രശ്നം. അവരത് കാണാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് ഞാൻ കോടതി വരേണ്ട ആവശ്യമില്ലല്ലോ. കുപ്പായി നമ്മൾ നേരത്തെ മാറ്റി വെച്ചതാണല്ലോ. അത് അവിടുത്തെ പാർട്ടി നിശ്ചയിക്കും. സ്വാഭാവികമായിട്ടും പ്രതികൾ അപ്പീൽ കൊടുക്കുമല്ലോ. അല്ല, അത് പിന്നെ സംശയിക്കാൻ പാർട്ടിയിലുള്ള ആൾക്കാരില്ല, നേതാക്കന്മാരില്ല, അവരില്ല. അതിലും നമ്മൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അതിന്റെ പേരിൽ സ്വാഭാവികമായിട്ട് അവർ കാണുന്നു. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന CPIM വാദത്തിന്റെ വായടുപ്പിക്കുന്നതാണ് ഇരട്ടക്കൊലക്കേസിലെ ശിക്ഷാവിധി. മുൻ MLA-യും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമനടക്കം കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ CPIM നേതാക്കളാണ്. ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപട്ടികയില്ലാതിരുന്ന നേതാക്കളും ശിക്ഷിക്കപ്പെട്ടത് സർക്കാരിനും തിരിച്ചടിയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നേതാക്കളും പ്രവർത്തകരും പ്രതിസ്ഥാനത്ത് വരുമ്പോഴെല്ലാം CPIM സ്ഥിരം ഒരു പല്ലവി പാടും: പാർട്ടിക്കു പങ്കില്ല. ഈ വാദത്തെ തകർത്ത് തരിപ്പണമാക്കുന്നതാണ് CBI കോടതിയുടെ വിധി. കോടതി കുറ്റം കണ്ടെത്തി ശിക്ഷ വിധിച്ചവരിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുതൽ സാധാരണ അംഗം വരെയുണ്ട്. മുൻ MLA KV കുഞ്ഞിരാമനാണ് അതിൽ പ്രധാനി. നേതാക്കൾ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ടതോടെ പാർട്ടിക്ക് പങ്കില്ലെന്ന വാദം തെറ്റാണെന്ന് വ്യക്തമാക്കുകയാണ്. എങ്കിലും വെറുതെ വാദിക്കാമെന്ന് മാത്രം. പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ഉണ്ടായ ഒരു സംഭവമല്ല
എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞാണ്, ഇന്നും അത് തന്നെയാണ് കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടും പറയുന്നത്. രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ CPIM-നെ ഈ കേസിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി ശക്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നില സ്വീകരിക്കും എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയുന്നത്. കൊലപാതക കേസിൽ CPIM-ന്റെ മുൻ MLA-യും ജില്ലാ സെക്രട്ടറി അംഗമായ ഒരു നേതാവിന് ശിക്ഷ ലഭിക്കുന്നത് സമീപകാലത്ത് ഇതാദ്യമാണ്. TB വധക്കേസിൽ കോഴിക്കോട്ടെ നേതാവ് P. മോഹനൻ പ്രതിയായതാണ് ചരിത്രത്തിലെ മറ്റൊരു സംഭവം. എന്നാൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ CPM-നെതിരായിട്ടുള്ള ഗൂഢാലോചന പൊളിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. CPIM ഈ കേസിൽ ഗൂഢാലോചന നടത്തി പ്രതികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന പ്രശ്നം ഈ കേസിൻ്റെ വിധിയുടെ ഭാഗമായിട്ട് തന്നെ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. CPIM-ന്റെ കാസർകോട്ടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു മുൻ MLA KV കുഞ്ഞിരാമൻ. കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ ആ സാധ്യതയും അടഞ്ഞു. 24 തിരുവനന്തപുരം. സൗദിയിലെ ഖത്തീഫ് KMCC നേതാവും അൽ അനക് ഏരിയ കമ്മിറ്റി ചെയർമാനുമായ മലപ്പുറം മമ്പാട് ടാണയിൽ സ്വദേശി പണങ്ങോടൻ അബ്ദുൽ ഷുക്കൂർ നിര്യാതനായി. ഖത്തീഫിലെ താമസ സ്ഥലത്ത് വെച്ച് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സാജിദയാണ് ഭാര്യ. 1/4 നൂറ്റാണ്ടോളമായി AC മെക്കാനിക് രംഗത്ത് പ്രവർത്തിക്കുന്ന അബ്ദുൽ ഷുക്കൂർ ഖത്തീഫിൽ കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു. പൊതുകാര്യങ്ങളിലും KMCCയുടെ ജീവകാരുണ്യ രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു. അബ്ദുൽ ഷുക്കൂറിന്റെ വിയോഗത്തിൽ KMCC അനുശോചനം രേഖപ്പെടുത്തി. ഖത്തീഫ് സെൻട്രൽ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുന്ന മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ഖത്തീഫ് KMCC പ്രസിഡന്റ് മുഷ്താഖ് പേങ്ങാട് അറിയിച്ചു. UAE-യിലെ മലയാളി വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർക്ക് പ്രവാസി ഭാരതീയ പുരസ്കാരം. ട്രാൻസ് വേൾഡ് ഗ്രൂപ്പ് ചെയർമാനായ രാമകൃഷ്ണൻ ശിവസ്വാമി കൊല്ലം സ്വദേശിയാണ്. മെഡിക്കൽ രംഗത്തെ മികവിന് സൗദിയിലെ കർണാടക സ്വദേശി ഡോക്ടർ സയ്യിദ് അൻവർ ഖുർഷിദിനും അവാർഡുണ്ട്. ഈ മാസം 8 മുതൽ ഭുവനേശ്വറിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസിൽ രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. 27 പേർക്കാണ് ഇത്തവണ കേന്ദ്ര സർക്കാർ പ്രവാസി ഭാരതീയ പുരസ്കാരം പ്രഖ്യാപിച്ചത്. പാറശാലയിലെ ഷാരോൺ രാജ് കൊലപാതക കേസിൽ വിധി 17. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പ്രതി ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നുവെന്ന് പ്രതിഭാഗം വാദിച്ചു. വിഷത്തെക്കുറിച്ച് ഗ്രീഷ്മ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് അതിനാലാണ്. പാരസെറ്റമോളിനെ കുറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്തത് പനിയായതിനാലെന്നും പ്രതിഭാഗം വാദിച്ചു. സാഹചര്യ തെളിവുകൾ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കായംകുളം MLA U പ്രതിഭയുടെ മകനെതിരെ കഞ്ചാവ് കേസിനെ നിസ്സാരവൽക്കരിച്ച് വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ. താനും വല്ലപ്പോഴും പുകവലിക്കുന്ന ആളാണെന്നും ഒരു കെട്ട് വീടി വലിക്കുന്ന ആളാണ് MT വാസുദേവൻ നായരെന്നുമാണ് മന്ത്രിയുടെ വിചിത്രവാദം. ഉദ്ദേശിച്ചത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കാനല്ലെന്നാണ് പ്രസംഗത്തിൽ സജി ചെറിയാന്റെ വിശദീകരണം. സജി ചെറിയാനെ പരോക്ഷമായി വിമർശിച്ച് മന്ത്രി MB രാജേഷ് രംഗത്തെത്തി. ഞാനും പോലിക്കുന്നതാണ് വല്ലപ്പോഴും പേടിയെന്ന് പറയുന്നത്. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MT വാസു എന്നാലും വീഡിയോ വലിക്കുമായിരുന്നു. കെട്ടുകണക്കിന് വേണ്ടി മരിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. ചെറുക്കാശീലമാണ്. കായംകുളത്ത് S. വാസുദേവൻ പിള്ള രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് U പ്രതിഭ MLA-യെ വേദിയിലിരുത്തി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം. പുകവലിക്കുന്നതിനെ നിസാരവൽക്കരിച്ചും എക്സൈസിനെ വിമർശിച്ചും മന്ത്രി രംഗത്തെത്തി. FIR റിപ്പോർട്ട് കണ്ടു. അതിൽ കൂട്ടം കൂടി പുകവലിച്ചതായാണ് പറഞ്ഞത്. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നും മന്ത്രി. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഒക്കെ ഞാൻ വായിച്ചു. U പ്രതിഭ MLA-യുടെ മകൻ ഉൾപ്പെടെ 9 പേർക്കെതിരെ കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനുമായിരുന്നു എക്സൈസ് കേസെടുത്തത്. എന്നാൽ ഇത് മറച്ചുവെച്ചാണ് മന്ത്രിയുടെ പ്രസംഗം. പ്രസ്താവന ചർച്ചയായതോടെ മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ. ഇത്തരം ഒരു സാഹചര്യത്തിൽ അത് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് യാതൊരു പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. പക്ഷെ ചെയ്യേണ്ട രീതി ഇതായിരുന്നു. അവരെ ഉപദേശിക്കുകയും തെറ്റുതിരുത്താണ് അവസരം കൊടുക്കുകയും ചെയ്യേണ്ട രീതിയിൽ പോകാതെ കേസെടുത്തു. മന്ത്രി സജി ചെറിയാനെതിരെ പരോക്ഷ വിമർശനവുമായി മന്ത്രി MB രാജേഷ് രംഗത്തെത്തി. കുട്ടികളിലെ പുകവലി നല്ലതല്ല. കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് തടയണം. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാൻ കേട്ടില്ല. ഞാൻ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്തരം ദുശീലങ്ങൾക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം കൂടിയാണ്. U പ്രതിഭ മാധ്യമപ്രവർത്തകർക്ക് നേരെ നടത്തിയ വ്യക്തി അധിക്ഷേപങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആലപ്പുഴ. രമേശ് ചെന്നിത്തല NSSന്റെ പ്രിയപുത്രൻ എന്ന G. സുകുമാരൻ നായരുടെ പ്രതികരണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പറഞ്ഞത് കടന്നുപോയെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. അതേസമയം NSS നേതൃത്വത്തോടുള്ള അടുപ്പം ചൂണ്ടിക്കാട്ടിയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ ജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരം തുടങ്ങിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും താനും മത്സരരംഗത്തുണ്ടെന്ന് പ്രഖ്യാപിച്ച രമേശ് ചെന്നിത്തല സ്വയം രംഗത്ത് വന്നപ്പോൾ അരയും തലയും മുറക്കി വി.ഡി. സതീശനും കളത്തിലിറങ്ങി. സാമുദായിക നേതാക്കളെ പിന്തുണയുറപ്പിച്ച് പരമ്പരാഗത മാർഗത്തിലൂടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാനാണ് ചെന്നിത്തലയുടെ ശ്രമം. അതിനിടെയാണ് അകമഴിഞ്ഞ പിന്തുണ നൽകിയിരുന്ന വെള്ളാപ്പള്ളി അനിഷ്ടം പ്രകടിപ്പിക്കുന്നത്. NSSന്റെ പുത്രനാണെന്നല്ലേ പറഞ്ഞത്, അത് കടന്നുപോയെന്ന് എനിക്ക് തോന്നിപ്പോയി. NSSന്റെ പുത്രനായി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ കയറിയാൽ അങ്ങനെ NSSന്റെ പുത്രനായിട്ടല്ലേ പ്രവർത്തിക്കുള്ളൂ. അച്ഛനു വേണ്ടിയല്ലേ മകൻ പ്രവർത്തിക്കുന്നു. എന്നാൽ NSSനെ തള്ളിപ്പറയാനോ അകറ്റി നിർത്താനോ ചെന്നിത്തല തയ്യാറല്ല. ഞാൻ പരിപാടി പങ്കെടുത്തത് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടിയല്ല. ഞാൻ അതിനെപ്പറ്റിയാണ് അഭിപ്രായം പറഞ്ഞത്. ഭരണം പിടിക്കാൻ രാഷ്ട്രീയ അന്തരീക്ഷം പാകപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനം പിടിക്കാൻ പോരടിക്കുന്നതിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമാഅത്ത് ഇസ്ലാമിയും SDPയും UDFനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു. ലീഗിന് ഇപ്പോൾ വല്ലാത്ത പ്രതിപത്തിയാണ് അവരോട് ചോദിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത്. മുസ്ലിം ലീഗ് ഇതിനെല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നു. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ CPIM തയ്യാറല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോ നീക്കിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അത് അങ്ങേയറ്റം വിനാശകരമായതാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തം കാത്തിരിക്കുന്നുണ്ടാകും എന്നത് മാത്രം ഓർത്താൽ നല്ലതാണ്. മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്ന് മാത്രമേ വർഗീയത എതിരിടാൻ കഴിയൂ. വനനിയമ ഭേദഗതിയിൽ PV അൻവർ MLAയുടെ പ്രതിഷേധ യാത്രയ്ക്ക് UDF പിന്തുണയില്ല. സഹകരിക്കില്ലെന്ന വയനാട് DC അധ്യക്ഷൻ ND അപ്പച്ചൻ വ്യക്തമാക്കിയതിന് പിന്നാലെ മുസ്ലിം ലീഗ് നേതാക്കളും പിന്മാറി. മറ്റാരെങ്കിലും തടഞ്ഞതുകൊണ്ടാകാം ND അപ്പച്ചൻ വിട്ടുനിന്നതെന്ന് PV അൻവർ. PV അൻവർ കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് വനനിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധയാത്രയും നടക്കുന്നത്. ഇതിൽ ക്ഷണിക്കപ്പെട്ടത് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ. വയനാട് പനമരത്ത് ജനകീയ യാത്ര ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ. അപ്പച്ചന്റെ ചിത്രം സഹിതം പോസ്റ്ററും PV അൻവറിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് വിവാദമായതോടെ ND അപ്പച്ചൻ തന്നെ രംഗത്ത് വന്നു. അനുവാദമില്ലാതെയാണ് പോസ്റ്റർ അടിച്ചതെന്ന് തുറന്നടിച്ചു. അദ്ദേഹം ഒരു രാഷ്ട്രീയമായ തീരുമാനം എടുത്തതിന് ശേഷം നമുക്ക് അദ്ദേഹവുമായിട്ട് സഹകരിച്ചു പോകാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ഇപ്പോൾ നമുക്കറിയാൻ പാടില്ല. ഇപ്പോൾ പാർട്ടിക്കറിയില്ല, നേതൃത്വത്തിനറിയില്ല. അപ്പോൾ നേതൃത്വം കൃത്യമായി തന്നെ പറഞ്ഞു പങ്കെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. ആരെങ്കിലും തടഞ്ഞതുകൊണ്ടാകാം ND അപ്പച്ചൻ വിട്ടുനിൽക്കുന്നതെന്ന് PV അൻവറിന്റെ മറുപടി. അദ്ദേഹം അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് ആഗ്രഹം ഇപ്പോഴും. അപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഉന്നത തലങ്ങളിലുള്ള തടസ്സം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളത് ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. യാത്ര PV അൻവറിന്റെ സ്വന്തം പരിപാടിയാണെന്നും DCC പ്രസിഡന്റുമാർ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്നും KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. അൻവറിന്റെ സ്വന്തം പരിപാടിയാണ്, ഞങ്ങൾക്ക് അതിൽ ആർക്കും ഒരു ബന്ധവുമില്ല. UDF പ്രവേശനത്തിൽ PV അൻവറുമായി താൻ ചർച്ച നടത്തിയിട്ടില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വ്യക്തമാക്കി. അത്തരം തീരുമാനത്തിലേക്ക് പാർട്ടി പോകാൻ പാർട്ടിയുടെ മുമ്പിലേക്ക് അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം വന്നിട്ടതായി തോന്നുന്നില്ല. അങ്ങനെ വന്നാൽ പാർട്ടി എല്ലാവരും കൂടി ആലോചിച്ച് ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കും. അതാണ് അതിൻ്റെ പതിവ്. അല്ലാതെ ഇപ്പോൾ അങ്ങനെ ഒരു ആശയമില്ല. വയനാട്ടിൽ മുസ്ലിം ലീഗ് നേതാക്കളും യാത്രയുമായി സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 വയനാട്. വയനാട് പുത്തുമലയിൽ മാലിന്യം തള്ളാനെത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച സ്ഥലത്തിനടുത്ത് മാലിന്യം നിക്ഷേപിക്കാനായിരുന്നു നീക്കം. ലോറി ഉടമ കൂടിയായ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് CPIM പ്രവർത്തകർ മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചു. ഇന്നലെ രാത്രി 10:30-യോടെയാണ് പുത്തുമലയിൽ നാടകീയ സംഭവങ്ങൾ. മാലിന്യ ടാങ്കുകൾ വഹിച്ചുകൊണ്ടുള്ള 2 ടിപ്പർ ലോറികൾ പുത്തുമലയിലെ ശ്മശാനം റോഡിലെത്തി. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ലോറി തടഞ്ഞു. ഡ്രൈവർമാരെ തടഞ്ഞുവെച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. ലോറി ഉടമകളെ വിളിച്ചുവരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് നേതാവായ എബിൻ മട്ടപ്പുള്ളിയുടേതാണ് വാഹനമെന്ന് CPIM ആരോപിച്ചു. തുടർന്ന് പോലീസ് ലോറികൾ കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർമാരെ പിടികൂടിയെങ്കിലും ഉടമകളെ പോലീസ് സംരക്ഷിച്ചു എന്നാരോപിച്ച ഇന്നലെ രാത്രി മുതൽ CPIM പ്രവർത്തകർ
മേപ്പാടി സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. രാവിലെ CPIM മുൻ ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ ഉൾപ്പെടെയുള്ളവർ ഡിവൈഎസ്പിയുമായി ചർച്ച നടത്തി. എബിൻ, ഷാജി എന്നിവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളാനുള്ള ശ്രമം, ബോധപൂർവം കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം തുടങ്ങിയ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. 24 വയനാട്. MT വാസുദേവൻ നായരുടെ വീട്ടിലെത്തി കുടുംബത്തെ കണ്ട് മമ്മൂട്ടി. മറക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വീട്ടിലെത്തിയതെന്ന വൈകാരിക പ്രതികരണമായിരുന്നു മമ്മൂട്ടിയുടെ. MTയുടെ വിയോഗ സമയത്ത് മമ്മൂട്ടി വിദേശത്തായിരുന്നു. നാട്ടിലെത്തിയ ഉടൻ ഓടിയെത്തുകയായിരുന്നു സിത്താര എന്ന വീട്ടിലേക്ക്. MTയുടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ മമ്മൂട്ടി MTയുമായി ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തി. ആ വൈകാരികത അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലും കാണാമായിരുന്നു. പോയിട്ട് 10 ദിവസമായി, മറക്കാത്തതുകൊണ്ടല്ലേ വന്നത്, അത്രേ ഉള്ളൂ, മറക്കാൻ പറ്റാത്തതുകൊണ്ട്. 15 മിനിറ്റിലധികം അദ്ദേഹം MTയുടെ കുടുംബത്തിനൊപ്പം ചെലവിട്ടു. നടൻ രമേശ് പിഷാരടിയും ഒപ്പമുണ്ടായിരുന്നു. 24 കോഴിക്കോട്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.